നമ്മളെല്ലാവരും 3D സിനിമ തിയേറ്ററിൽ കാണാൻ പോകാറുണ്ട്. എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് ആ സിനിമ കാണാൻ പോകുന്നത്. 3D ഗ്ലാസ്സിന് എക്സ്ട്രാ പൈസ റെൻറ്റ് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് നിങ്ങൾക്ക് മൂല്യം കിട്ടുന്നുണ്ടോ? കറക്റ്റായ 3D ഗ്ലാസ് ആണോ നിങ്ങൾക്ക് തിയേറ്ററുകൾ തരുന്നത്? ഇക്കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി 3D സിനിമ എക്സ്ട്രാ പൈസ കൊടുത്ത് കാണുന്നവരാണെങ്കിൽ എന്ത് കാരണവശാലും ഈ വീഡിയോ മുഴുവനായി കണ്ടിരിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പൈസ കൊടുക്കുന്നത് എന്തിനാ? 3D ഗ്ലാസ്സിനാണ്. ആ 3D ഗ്ലാസ് റെൻറ്റഡ് ആയിട്ടാണ് ഇന്ത്യയിൽ കിട്ടുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ആ 3D ഗ്ലാസ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാമായിരുന്നു. പുറം രാജ്യത്തൊക്കെ നിങ്ങൾക്ക് 3D ഗ്ലാസ് അവർ വീട്ടിലേക്ക് തന്നു വിടും. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ഇവിടെ അത് ഗ്ലാസ് ക്ലീനറിൽ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും റീയൂസ് ചെയ്ത് അതിൻ്റെ റെൻറ്റ് മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കി നമുക്ക് ആ ഗ്ലാസ് തിരിച്ചു കൊടുക്കണം. ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ ആ സിസ്റ്റം മറ്റുള്ള രാജ്യങ്ങൾ ഫോളോ അങ്ങനെ ചെയ്യുന്നില്ല. മിക്ക രാജ്യങ്ങളും ഗ്ലാസ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ വേറെ രീതിയാണ്. ഇവിടെ ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്. അത് എത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അപ്പം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുന്ന കാര്യം എന്താ? എത്ര തരം 3D ഗ്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് കറക്റ്റായ 3D ഗ്ലാസ് ആണോ അതാത് തിയേറ്ററിൽ തരുന്നതെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ അറിയേണ്ടത് 3 തരം 3D ഗ്ലാസ് ടെക്നോളജീസാണ് ഉള്ളത്. ഒന്ന് ആനഗ്ലിഫ് എന്ന് പറയും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെഡും സിയാൻ നിറത്തിൽ, ഒരു സൈഡിൽ റെഡും മറ്റ് സൈഡിൽ സിയാൻ നിറം, ഏകദേശം ഒരു നീല നിറം, സിയാൻ എന്നുള്ള നിറമാണ് കറക്റ്റ്. ആ നിറം ആയിട്ടുള്ള 3D ഗ്ലാസ് പണ്ട് കാലങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോ പുസ്തകങ്ങളൊക്കെ കിട്ടും, ഓരോ സാധനങ്ങളൊക്കെ കിട്ടും. അതിൽ ഈ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3D ആയിട്ട് കാണാൻ പറ്റും. അതൊരു ടെക്നോളജി. പക്ഷേ സിനിമാ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആക്റ്റീവ് ഷട്ടർ 3D ഗ്ലാസ് ടെക്നോളജി, അല്ലെങ്കിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് പാസീവ് പോളറൈസ് 3D ഗ്ലാസ് ടെക്നോളജിയാണ്. ആക്റ്റീവ് ഷട്ടർ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റീചാർജബിൾ ആയിട്ടുള്ള ഒരു 3D ഗ്ലാസ്സാണ്. അതിൻ്റെ ചാർജ് തീരുമ്പോൾ അത് വീണ്ടും കൊണ്ടുപോയി റീചാർജ് ചെയ്യണം. അതിനകത്ത് ഒരു ആക്റ്റീവ് ഷട്ടറുണ്ട്. ഈ 3Dയുടെ ഒരു സംഭവം സിമ്പിളാക്കി പറയണമെങ്കിൽ, ഒരു കണ്ണിൽ വെർട്ടിക്കലായിട്ടായിരിക്കും നിങ്ങൾ ഇമേജ് കാണുന്നത്, മറ്റേ കണ്ണിൽ ഹൊറിസോണ്ടലായിട്ടും. ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് കാണുമ്പോഴേക്കും നമുക്കൊരു 3D എഫക്റ്റ് കിട്ടും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത്. പണ്ട് ഇവിടെ കൊച്ചിയിൽ ഇപ്പോഴത്തെ ഒബ്രോൺ മോളിലുള്ള PVR ഉണ്ടല്ലോ, അത് പണ്ട് സിനിമാക്സ് എന്ന് പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പായിരുന്നു. അന്ന് അവർ ഉപയോഗിച്ചിരുന്നത് ആക്റ്റീവ് ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് കുറച്ച് ഹെവി ആയിരിക്കും, നല്ല തിക്ക് ഫ്രെയിമൊക്കെ ആയിരിക്കും, റീചാർജബിൾ ടൈപ്പ് ഗ്ലാസ്സാണ്. ഓരോ ഷോ ചെയ്യുമ്പോഴേക്കും അവർ റീചാർജ് ചെയ്യും. ഇതിങ്ങനെ കണ്ടെടുത്ത് വെച്ച് കഴിയുമ്പോഴേക്കും നമുക്കിങ്ങനെ ഒരു ഫ്ലിക്കറിങ് പോലൊരു സംഭവം ഉണ്ടാവും. അതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യണതിനകത്ത്. അത് ആ ഷട്ടർ ഓപ്പണും ക്ലോസ് ആയിക്കൊണ്ടിരിക്കണതാണ് സംഭവം. അപ്പോൾ ആ ടെക്നോളജി വെച്ചിട്ടാണ് 3D വർക്ക് ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ ആക്റ്റീവ് 3D ഗ്ലാസ് ടെക്നോളജിയിലൂടെ സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഡെപ്ത് ഫീൽ ചെയ്യുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് സിനിമകൾ സിനിമാക്സിൽ തന്നെ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് നല്ല രീതിയിൽ ഒരു ഫീലിംഗ് തന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടി കൂടുതൽ ഇരുണ്ടായിരിക്കും സിനിമകൾ കാണപ്പെടുന്നത്. അന്നൊക്കെ ഭയങ്കര ഇരുണ്ടാണ് ഇരുന്നത്. 3D പടം വരുമ്പോഴേക്കും പൊതുവെ ഉള്ളൊരു സംസാരം, അയ്യോ വീണ്ടും ഇരുണ്ട് പോയി, വെട്ടം കുറവാണ്, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3D സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ DCP പ്ലേ ചെയ്യുമ്പോഴേക്കും, ആ ഒരു 3D സിനിമ പ്ലേ ചെയ്യുന്ന ടൈം ആയപ്പോഴേക്കും ഒരു 3D ടെക്നോളജി ഒരു സംഭവമുണ്ട്. അത് ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പിന്നീട് പറയാം. അത് വെച്ച് കഴിയുമ്പോഴേക്കും ലൈറ്റ് കടന്ന് അതിലൂടെ പോയി കഴിയുമ്പോഴേക്കും ലൈറ്റിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് ഭയങ്കരമായിട്ട് കുറയും. അതുകൊണ്ടാണ് ഏകദേശം 50% ബിലോ ഒക്കെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഇരുണ്ട് പോണത് 3D സിനിമകൾ കാണുമ്പോഴേക്കും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഇനി അങ്ങോട്ട് സംസാരിക്കുമ്പോഴേക്കും പറയാം. അതിനെപ്പറ്റി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗ്ലാസ്സസ് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ആക്റ്റീവ് ഷട്ടർ 3D ഗ്ലാസ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒക്കെ നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോഴേക്കും, ഇപ്പോൾ PVR ആയിക്കോട്ടെ, ഇനോക്സ് ആയിക്കോട്ടെ, സിനിപോളിസ് ആയിക്കോട്ടെ, വനിത ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഏരീസ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് പാസീവ് 3D ഗ്ലാസ്സാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന പാസീവ് 3D ഗ്ലാസ്സാണ്. വളരെ സ്ലിം ആയിരിക്കും, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. ഇത് തന്നെ 2 തരം പോളറൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളുണ്ട് പാസീവ് 3D ഗ്ലാസിൻ്റെ കേസ് വരുമ്പോഴേക്കും. ഒന്ന് ലീനിയർ പോളറൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന പരിപാടി, വേറൊന്ന് സർക്കുലർ പോളറൈസേഷൻ യൂസ് ചെയ്യുന്ന പരിപാടി. അത് ഗ്ലാസ്സിലല്ല വരുന്നത്. അത് അതാത് 3D ടെക്നോളജി ഒപ്റ്റിക്കൽ ഒരു സിസ്റ്റം ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും വീഡിയോയിലേക്ക് പറയാം. ആ ടെക്നോളജി ഏതാണോ അതിനനുസരിച്ചിട്ടാണ്
ഈ പർട്ടിക്കുലർ ഗ്ലാസ് ഏത് കമ്പനിയുടെ ഏത് മോഡലൊക്കെ യൂസ് ചെയ്യണമെന്നാണ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്ര തൽക്കാലം ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. അതായത് 3D ഗ്ലാസ് ഇത്ര തരമുണ്ട്. ഇനി ഞാൻ വീഡിയോ അങ്ങോട്ടേക്ക് ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഏത് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഏത് ടെക്നോളജിയാണെന്ന് അറിഞ്ഞ് ഏത് 3D ഗ്ലാസ് ചോദിക്കണമെന്നുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് വാങ്ങി അതിൽ വേണം ആ പർട്ടിക്കുലർ അതിന് അനുയോജ്യമായ 3D ഗ്ലാസ്സിൽ വേണം സിനിമ കാണാൻ. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള 3D എഫക്റ്റ് ആ സിനിമയുടെ കിട്ടില്ല. ഇതുകൊണ്ടാണ് ചിലപ്പോൾ ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിൽ 3Dയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴേക്ക് ചിലപ്പോൾ പറയില്ലേ എനിക്ക് ഈ സിനിമ എന്താണ് ഈ 3D എഫക്റ്റ് കിട്ടാൻ, ഞാൻ കണ്ട തിയേറ്ററിൽ ഇത്രയും 3D എഫക്റ്റ് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 3D ടെക്നോളജി അവിടെ ഇരിക്കുന്നത് ലോ എൻഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരേ 3D ടെക്നോളജിയിൽ രണ്ടുപേര് രണ്ട് സ്ഥലത്ത് പടം കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഒരാൾ കറക്റ്റ് ഗ്ലാസ് ആയിരിക്കും ഉപയോഗിച്ചിരിക്കണം, വേറൊരാൾ കറക്റ്റ് ഗ്ലാസ് അല്ലായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്ലാസ് വേറെ കമ്പനിയുടെ മിസ്മാച്ച് ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ കമ്പനി മിസ്മാച്ച് അല്ലെങ്കിൽ ടെക്നോളജി മിസ്മാച്ച് ഗ്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള 3D എഫക്റ്റ് കിട്ടില്ല. അത് പലപ്പോഴും പല സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. അതും ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ കോൾ ഔട്ട് ചെയ്യണം, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഇനി നിങ്ങൾക്ക് 3D സിനിമ കാണാൻ പോകുമ്പോഴേക്കും നിങ്ങളെ കൊണ്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ച് കറക്റ്റായിട്ട് ഗ്ലാസ് വാങ്ങി കറക്റ്റായിട്ടുള്ള ടെക്നോളജിയുടെ കറക്റ്റ് ഗ്ലാസ് വെച്ച് ആ സിനിമയുടെ പൂർണ്ണമായ രീതിയിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 3D ഗ്ലാസ് അപ്പോൾ എത്ര തരമുണ്ട്? 3 തരം. ആനഗ്ലിഫിക്, റെഡ് ആൻഡ് സിയാൻ മോഡൽ ഗ്ലാസ്, അത് പേപ്പർ ഗ്ലാസ് ആവാം, പ്ലാസ്റ്റിക് ഫ്രെയിമുള്ള ടൈപ്പ് ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. അത് സിനിമ തിയേറ്റേഴ്സിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ആക്റ്റീവ് ഷട്ടർ 3D ഗ്ലാസ്, അത് ഭയങ്കര കട്ടിയുള്ള നല്ല തടിച്ച ഫ്രെയിം കൂടിയുള്ള ചാർജ് ചെയ്യാൻ ഇടേണ്ട ടൈപ്പ് ഗ്ലാസ്. സാംസങ്ങിൻ്റെ ഓണിക്സ് LED സ്ക്രീൻ തിയേറ്റേഴ്സിൽ ഇപ്പോഴും ആക്റ്റീവ് ഷട്ടർ 3D ഗ്ലാസ്സുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചില ടി വികളുണ്ട് 3D TV ആയിരിക്കും, പക്ഷേ പാസീവ് പോളറൈസേഷൻ 3D ഗ്ലാസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 മോഡലുണ്ട്, 2 ടൈപ്പ് മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട്. TV ഇറങ്ങിയപ്പോഴും ഇതേ 2 ടൈപ്പ് മോഡൽസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് 3D ഗ്ലാസ്. ഇനി നമുക്ക് 3D ടെക്നോളജിയിലേക്ക് കിടക്കാം. ഓരോ തിയേറ്ററിൽ പ്രൊജക്ടറിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ചെറിയ ഒരു പ്രിസം പോലെ ഇരിക്കുന്ന ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ആഡ് ഓൺ ഈ ഒരു പ്രൊജക്ഷൻ്റെ ലെൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് 3D സിനിമ വരുമ്പോഴേക്കും ഒരു സാധനം അവർ എക്സ്ട്രാ ഇങ്ങനെ ആഡ് ചെയ്യും. അതിനാണ് 3D ലെൻസ് അഥവാ 3D പ്രൊജക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് മറ്റൊരു ടെക്നിക്കൽ ടേം ഉണ്ട്, ഒപ്റ്റിക്കൽ 3D മോഡുലേറ്റേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതുണ്ടാക്കുന്ന പല ബ്രാൻഡുകളുണ്ട്, പല ഫേമസ് ആയിട്ടുള്ള സിസ്റ്റംസും പരിപാടികളൊക്കെ ഉണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഈ സാധനമാണ് ഓരോ തിയേറ്ററിലും പ്രൊജക്ഷൻ്റെ നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ആ ഒരു ചെറിയൊരു പെട്ടി പോലൊരു സാധനമില്ലേ, അത് പല തരമുണ്ട്. സിംഗിൾ ബീം 3D എന്ന് പറഞ്ഞ സാധനമുണ്ട്, ട്രിപ്പിൾ ബീം 3D. അത് നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാവും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ പല തിയേറ്ററിൻ്റെ ഫ്രണ്ടുകളിൽ ട്രിപ്പിൾ ബീം 3D എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 3D സിനിമ വരുമ്പോൾ അതിൻ്റെ 3D DCP കിട്ടി കഴിയുമ്പോഴേക്കും ലെയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇപ്പോൾ റേസ് 3Dയോ അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ടീം ആ സിനിമേനെ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ 3D ഷോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫുട്ടേജ് DCP ആയിട്ട് വരും, ഡിജിറ്റൽ കണ്ടൻറ്റ് പാക്കേജ് ആയിട്ട് വരും. ആ പാക്കേജിനെ പ്ലേ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇവർ ഈ ഒരു 3D ലെൻസ് അഥവാ ഈ ഒരു ടെക്നോളജിയുടെ ആ ഒരു ഡിവൈസ് എടുത്ത് ഈ ലെൻസിൻ്റെ ഫ്രണ്ടിലേക്ക് ഇത് വെക്കും. ഇത് പൊതുവേ എല്ലാ 3D കേപ്പബിലിറ്റി ഉള്ള തിയേറ്ററിൽ ഈ സാധനം ഓൾറെഡി ഉണ്ടാവും. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജിയുടെ ഈ സാധനത്തിൻ്റെ ആ ഒരു ഡിവൈസിൻ്റെ വിലയെന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപ തൊട്ട് 30-40 ലക്ഷം രൂപ വരെയാണ്. അത്രയും വില കൂടിയ ഒരു പരിപാടിയാണ് ഈ സാധനം. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ 3D മോഡുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കൂടുതലും കണ്ടിരിക്കുന്നത് ട്രിപ്പിൾ ബീം ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് സിമ്പിളാക്കി പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ആ ഒരു ഇമേജ് ആ സിനിമയെ ഈ ഒരു 3D മോഡുലേറ്ററിൻ്റെ അകത്ത് കൂടെ പാസ് ചെയ്തിട്ടാണ് ഇത് സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ പ്രൊജക്ഷൻ നമ്മുടെ കണ്ണിലേക്ക് 3D ഗ്ലാസ്സിലൂടെ വരുമ്പോഴാണ് നമുക്ക് 3D ആയിട്ട് ഫീൽ ആവുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഗിൾ ബീം മോഡുലേറ്റർ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് വരുമ്പോഴേക്കും ഇപ്പോൾ ഒരു മൂവിയുടെ ക്ലാരിറ്റി 100% ബ്രൈറ്റ്നസ്സിലാണ് ഇരിക്കണമെന്ന് വിചാരിച്ചോ. ആ 100% ബ്രൈറ്റ്നസ്സിലിരിക്കുന്ന സിനിമ ഒരു സിംഗിൾ ബീം 3Dയിലൂടെ ഈ ഒരു മോഡുലേറ്ററിൻ്റെ അകത്ത് കൂടെ കയറി പുറത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40%ഓളം ഇതിൻ്റെ ബ്രൈറ്റ്നസ് റെഡ്യൂസായി പോകും, ചിലതിൽ 50%ഓളം റെഡ്യൂസായി പോകും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വല്ലാണ്ട് അങ്ങ് ഇരുണ്ട് പോകും. അതുകൊണ്ടാണ് പുതിയ അത്യാവശ്യം
പോപ്പുലർ ആയിട്ടുള്ള എല്ലാ തിയേറ്റേഴ്സിലും ട്രിപ്പിൾ ബീം ടെക്നോളജി അവർ വാങ്ങി വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഒപ്റ്റിക്കൽ 3D മോഡുലേറ്റർ അവർ ട്രിപ്പിൾ ബീം വാങ്ങി വെക്കാൻ തുടങ്ങിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രിപ്പിൾ ബീമിലെ ഒരു സാധനം അങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊജക്ഷൻ സിസ്റ്റം കാണാൻ പറ്റുന്ന തിയേറ്ററിൻ്റെ ആ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ബാൽക്കണി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില തിയേറ്ററിൽ നമുക്കിപ്പോൾ വനിതയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടർ പോയി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പുറകെ ചെന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം ഏത് ബ്രാൻഡിൻ്റെ എന്ത് ടൈപ്പ് സാധനമായിരിക്കണമെന്നൊക്കെ. സിംഗിൾ ബീം ആണെങ്കിൽ ഒരു ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള ഒറ്റൊരു ഗ്ലാസ് ഒരു സാധനമായിരിക്കും പ്രൊജക്ടറിൻ്റെ ഫ്രണ്ടിൽ 3D സിനിമ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഞാനിവിടെ ഇമേജ് കാണിച്ചു തരാം. അതേസമയം ട്രിപ്പിൾ ബീം ആണെങ്കിൽ 3 ഗ്ലാസ് വരുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിരിക്കും. അത് മുകളിലൊരു ഗ്ലാസ്, സെൻറ്ററിലൊരു ഹോള്, അടിയിൽ വേറെ വീണ്ടും ഒരു ഹോള്. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ആ ലൈറ്റിന്, ആ ഇമേജിന് ഇവരത് 3 ഗ്ലാസ്സിലൂടെ ട്രിപ്പിൾ ബീം, ഒരു ബീമിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ വീണ്ടും റീജോയിൻ ചെയ്ത് നമ്മുടെ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ അധികം ബ്രൈറ്റ്നെസ് പോകത്തില്ല. ഈ സാധനം എപ്പോഴും ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ഏകദേശം ഒരു 20% ബ്രൈറ്റ്നെസ്സൊക്കെ ലോസ് വരത്തുള്ളൂ. അപ്പോൾ വല്ലാണ്ട് സിനിമ ഇരുണ്ട് പോകത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും ട്രിപ്പിൾ ബീം ടെക്നോളജി യൂസ് ചെയ്യുന്ന 3D തിയേറ്റേഴ്സിൽ പോയി 3D സിനിമ കാണാൻ ശ്രമിക്കുക എന്നൊക്കെ പൊതുവെ എല്ലാവരും പറയുന്നത്. അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഭയങ്കര വ്യത്യാസം നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും അങ്ങനത്തെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ വനിതയിലൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ട്രിപ്പിൾ ബീം 3D ആയിരുന്നു. ഇപ്പോൾ അത് ഡെപ്ത് ക്യൂ എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് വന്നു. അതിലേക്ക് ഞാൻ വരാം. പിന്നെ ഉള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, റിയൽ ഡി 3D എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. അവർ നമ്മുടെ ഇവിടെ കൊച്ചിയിലാണെങ്കിൽ PVR ലുലു സ്ക്രീൻ 6ലും PVR ഫോറം മോൾ PXL സ്ക്രീനിലും റിയൽ ഡി 3D ആണ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അവർക്ക് തന്നെ 3 തരം റിയൽ ഡി 3D സിസ്റ്റംസ് ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. റിയൽ ഡി 3D നോർമൽ, റിയൽ ഡി 3D പ്രോ, റിയൽ ഡി 3D അൾട്ര. അപ്പോൾ അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എവിടെയൊക്കെ പ്രോ എവിടെയൊക്കെ അൾട്ര ഉണ്ടെന്നുള്ളത്. അത് എനിക്കൊന്ന് അന്വേഷിക്കേണ്ടി വരും. അന്വേഷിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഇടാം. എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ റിയൽ ഡി 3D സിസ്റ്റത്തിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ യൂസ് ചെയ്യുന്നത് സർക്കുലർ പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ്. നേരത്തെ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണയുള്ള മറ്റുള്ള 3D സിസ്റ്റത്തിലൊക്കെ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നത് ലീനിയർ പോളറൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടിയാണ്. അത് വ്യത്യാസം എങ്ങനെയാണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു 3D സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ സൈഡ് ചരിഞ്ഞോ അല്ലെങ്കിൽ കോർണർ സീറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ സബ് ടൈറ്റിൽസ് ഭയങ്കര ബ്ലറായിട്ടും വിഷ്വലൊക്കെ ഭയങ്കര ബ്ലറായിട്ട് കാണും. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ, സെൻറ്ററിൽ ഇരുന്നാൽ മാത്രമേ കൃത്യമായിട്ട് ആ 3D കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ലെയറിങ് ഇഷ്യൂ, ഗോസ്റ്റിംഗ് ഇഷ്യൂ ഒക്കെ വരും. അപ്പോൾ ആ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്ത ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് സർക്കുലർ പോളറൈസേഷൻ ടെക്നോളജി. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, തല ആട്ടിയാലോ തല ചരിച്ചാലോ കോർണർ സീറ്റിൽ പോയിരുന്നാലോ 3Dയുടെ എഫക്റ്റ് കാര്യമായിട്ട് മാറില്ല. ഗോസ്റ്റിംഗ് എഫക്റ്റ് വളരെ മിനിമലായിരിക്കും. തീരെ ഉണ്ടാവില്ല എന്നല്ല, വളരെ മിനിമലായിരിക്കും. അപ്പോൾ ആ സർക്കുലർ പോളറൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന വളരെ മികച്ച ഒരു 3D ടെക്നോളജിയാണ് റിയൽ ഡി ടെക്നോളജി എന്ന് പറഞ്ഞ പരിപാടി. അവർ റിയൽ ഡി എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് ചെയ്യുന്നത്. അവർ അത്യാവശ്യം നല്ല പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീൻസിലേക്കാണ് അത് കാണുള്ളൂ. ഇപ്പോൾ ബിഗ് പിക്സ്, ഇനോക്സിൻ്റെ, PVRൻ്റെ തന്നെ PXL, അങ്ങനെ അത്യാവശ്യം നല്ല തിയേറ്റേഴ്സിൽ ഇത് കാണുള്ളൂ. പിന്നെ കുറച്ച് ഇപ്പോൾ ഒരു മൾട്ടിപ്ലക്സ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും ബെസ്റ്റ് സ്ക്രീനിലൊക്കെ മാത്രമായിട്ട് ചിലപ്പോൾ റിയലി 3D സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 10 ലക്ഷം 15 ലക്ഷത്തിന് മുകളിലോട്ട് 30 ലക്ഷം ആ റേഞ്ചൊക്കെ വരും. അതിൻ്റെ ആ ഒരു ടെക്നോളജി, ആ ഒരു ഡിവൈസിന് മാത്രം ഭയങ്കര എക്സ്പെൻസീവാണ്. അത് അത്രയും മികച്ച സ്ക്രീനുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൾട്ടിപ്ലക്സ് ഒരു സ്ക്രീനിലേക്ക് അത് കാണത്തുള്ളൂ. അപ്പം നമ്മളിവിടെ കേരളത്തിൽ മറ്റുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ കൊച്ചിയിൽ എനിക്ക് ഈ 2 സ്ക്രീനിലാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ M സിനിമാസ്, ഇഫ് ഐ ആം നോട്ട് റോങ്, M സിനിമാസിലും ഇപ്പോൾ 2 സ്ക്രീനിലും അവർ റിയൽ ഡി 3D ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ സ്ക്രീൻ 1 മാത്രമാണെന്ന് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അല്ലെങ്കിൽ M സിനിമാസിൻ്റെ ആരെങ്കിലും അധികൃതരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏത് സ്ക്രീനുകളിലാണ് റിയൽ ഡി ടെക്നോളജി ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കണമെന്ന്. ആദ്യം അവരുടെ സോണി 3D വേൾഡ് പ്രൊജക്ഷൻ പരിപാടിയായിരുന്നു. ഇപ്പോൾ അത് റിയൽ ഡി 3D ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവതാർ വേ ഓഫ് വാട്ടറിന് ശേഷമായിരുന്നുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതൊന്ന് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ്
കറക്റ്റ് ഇൻഫർമേഷൻ ഇല്ല. ഏതോ ഒരു സ്ക്രീനോ അല്ലെങ്കിൽ 2 സ്ക്രീനോ ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം. കാരണം അവരുടെ ഇപ്പോഴത്തെ മറ്റേ സിനിമ കാണാൻ ചെല്ലുമ്പോൾ ഒരു വാൾപേപ്പർ അവരിടും ഓപ്പണിംഗ് സ്ക്രീനിൽ. അപ്പോൾ അവിടെ റിയലി 3D എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അൺലെസ് ആൻഡ് അൺടിൽ യു യൂസ് ദ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ടെക്നോളജി യു കാണ്ട് യൂസ് ദെയർ ലോഗോ. അപ്പോൾ എന്തായാലും അവരവിടെ ഏതൊരു സ്ക്രീനിലുണ്ട്, അതുകൊണ്ടാണ് അത് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഗെറ്റ് ഡി 3D എന്ന് പറഞ്ഞ പരിപാടിയാണ്. അത് നിങ്ങൾ എല്ലായിടത്തും കണ്ടോ. പൊതുവേ PVRൻ്റെ മിക്ക സ്ക്രീനുകളിലും സിനിപോളിസിലൊക്കെ ഗെറ്റ് ഡി 3D എന്ന് പറഞ്ഞ ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ തിരിച്ചറിയുന്നല്ലേ നിങ്ങൾ ആലോചിക്കണത്. നിങ്ങൾക്ക് തരുന്ന 3D ഗ്ലാസ് ഒന്ന് ചരിച്ച് നോക്കുക, സൈഡിൽ ഗെറ്റ് ഡി എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റിയൽ ഡി 3D എങ്ങനെ തിരിച്ചറിയുന്നു. നിങ്ങൾക്ക് തരുന്ന ഗ്ലാസ് സൈഡ് തിരിച്ച് നോക്കുക, റിയൽ ഡി 3D എന്ന് എഴുതിയിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലാസ് തെറ്റിയാണ് തന്നിരിക്കുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളൊരു ഗെറ്റ് ഡി 3D ഉള്ള ഒരു തിയേറ്ററിൽ പോകുമ്പോഴേക്കും നിങ്ങൾ ആ പ്രൊജക്ടറിൻ്റെ അവിടേക്ക് ഒന്ന് നോക്കുക. അവിടെ റിയൽ ഡി 3D എന്നാണോ എഴുതിയേക്കണത്, ഗെറ്റ് ഡി 3D എന്നാണോ എഴുതിയേക്കണത്, അല്ലെങ്കിൽ സ്റ്റാഫിനോട് ചോദിക്കുക ഇത് ഏതാണ്, ഗെറ്റ് ഡി 3D ആണോ റിയൽ ഡി 3D ആണോ, അതിൻ്റെ അനുയോജ്യമായ ഗ്ലാസ് എനിക്ക് തരണം എന്ന് പറയണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. റിയൽ ഡി 3D യൂസ് ചെയ്യുന്നത് സർക്കുലർ പോളറൈസേഷൻ മെത്തേഡാണ്. ഗെഡിക്കും സർക്കുലർ പോളറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന ട്രിപ്പിൾ ബീം 3D പരിപാടി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ലീനിയർ പോളറൈസേഷൻ സിംഗിൾ ഗ്ലാസ് പരിപാടിയായിരിക്കും. അതിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ മിസ്മാച്ച് ആയിട്ട് ഗ്ലാസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും 3D കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ഗോസ്റ്റിംഗ് ഇഷ്യൂ വരും, ചിലപ്പോൾ ഭയങ്കര സീനാവും. അതാണ് ചില സമയത്ത് നമ്മൾ ഗ്ലാസ് മാറി വെക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടൊക്കെ തോന്നുന്നത്. ഇപ്പോൾ ആക്റ്റീവ് ഷട്ടർ 3D ഗ്ലാസിൻ്റെ കേസിൽ ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിളായിട്ട് ഇമേജ് കാണും. കാരണം ചാർജ് ഉണ്ടാവില്ല, ഈ ഷട്ടർ വർക്ക് ചെയ്യില്ല. അങ്ങനെയാണ് ഈ സിനിമാക്സൊക്കെ അത് മാറ്റിയത് പിന്നീട്. കാരണം ഇത് എപ്പോഴും ചാർജ് ചെയ്യണം. ഇപ്പോഴത്തെ പാസീവ് പോളറൈസേഷൻ ഗ്ലാസിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള 3D ഗ്ലാസ് വേണം സിനിമ കാണാൻ പോകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ. പലപ്പോഴും എന്തിട്ട് ഈ ക്ലീനിങ് സ്റ്റാഫൊക്കെ വരുമ്പോഴേക്കും ഇവരെല്ലാം കൂടി എടുത്ത് കുഴച്ച് മറിച്ച് അവസാനം ഇവിടെ നിന്ന് എടുത്തിട്ട് വേറെ ഒരു വെന്യൂ കൊണ്ടുപോയി വെക്കുമ്പോഴേക്കും ഓരോ സ്ക്രീനിലും ഓരോ ടൈപ്പ് 3D ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഫോറം മോളിലാണത് എനിക്ക് എപ്പോഴും സംഭവിച്ച് കണ്ടേക്കണത് ആ മിസ്മാച്ച്. അത് കാരണമുണ്ട്. സ്ക്രീൻ 4ൽ PXL റിയൽ ഡി 3D ഗ്ലാസ്സാണ് ഇരിക്കുന്നത്. സ്ക്രീൻ 3ലിരിക്കുന്നത് ഡെപ്ത് ക്യൂ അങ്ങനെ എന്തോ ആണ് അവിടെ ഇരിക്കുന്നത്. ഗെഡിയാണ് ഡെപ്ത് ക്യൂ ആണ്, ഡൗട്ട് ഉണ്ട് ഏതോണം ഇരിക്കണം. എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത് ഗ്ലാസ് കൊണ്ടുവന്ന് ഇവിടെ വെക്കുമ്പോഴേക്കും റിയൽ ഡി 3D ഗ്ലാസ് ഇവിടെ വരും, ഗെഡ് ഡി 3D ഗ്ലാസ് അപ്പുറത്ത് പോകും, അത് മൊത്തം കുളവും. അപ്പോൾ ഈ സ്ക്രീൻ 4 PXL നിങ്ങൾ എപ്പോൾ 3D സിനിമ കാണാൻ ചെന്നാലും റിയൽ ഡി 3Dയുടെ ഗ്ലാസ് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഉറപ്പ് വരുത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ ഉടനെ ഞാൻ കൊണ്ടുപോയി മാറിക്കൊള്ളാം. കാരണം നിങ്ങൾക്ക് സ്ക്രീൻ 4 PXL കൃത്യമായിട്ടുള്ള റിയൽ ഡി 3Dയുടെ 3D എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതേ കമ്പനിയുടെ റിയൽ ഡി 3Dയുടെ 3D ഗ്ലാസ് വെച്ച് സിനിമ കണ്ടിട്ടേ കാര്യമുള്ളൂ. നിങ്ങളതിന് എത്ര രൂപയാണ് കൂടുതൽ കൊടുക്കുന്നത്? 20-25 രൂപ 30 രൂപയോളം അതിന് കൂടുതൽ പൈസയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ 3D ഗ്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കൃത്യമായ 3D ഗ്ലാസ് വെച്ചിട്ട് വേണം ആ സിനിമ കാണാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരാൾ കറക്റ്റായിട്ട് 3D ഗ്ലാസ് ഉപയോഗിച്ചിട്ട് സിനിമ കണ്ടിട്ട് ആൾ അടിപൊളി 3D ആയിരുന്നു പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്ത് അടിപൊളി 3D എന്നുള്ള അവസ്ഥയായിരിക്കും. ഞാൻ കണ്ടപ്പോൾ ഈ 3D ഒന്നും കിട്ടിയില്ല, ഞാനും റിയൽ ഡിയിലാണല്ലോ കണ്ടതെന്നുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വാദം. പക്ഷേ കുഴപ്പമെന്നാൽ നിങ്ങൾ കണ്ടിരിക്കുന്ന ഗ്ലാസ് വേറെ ആയിരിക്കും. ഇതാണ് കുഴപ്പം. പിന്നെ അതുമാത്രമല്ല, ചിലപ്പോൾ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് റിയൽ ഡി 3D പ്രോ ആയിരിക്കും, നിങ്ങൾ കണ്ടിരിക്കുന്നത് റിയൽ ഡി നോർമലിലായിരിക്കും. ചിലപ്പോൾ റിയൽ ഡി 3D അൾട്രയിലായിരിക്കും അവർ കണ്ടിരിക്കുന്നത്, നമ്മൾ പ്രോയിലായിരിക്കും കണ്ടിരിക്കുന്നത്. അങ്ങനെ പല മിസ്മാച്ച് വരും, കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ കാരണത്താലാണ് ഓരോരുത്തർക്കും ഓരോ സിനിമയിലും ഒരേ സിനിമയായിട്ട് കൂടിയും 3D എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടിരിക്കണം. ഇപ്പോൾ ഒരു സിനിമയുടെ കേസിൽ തന്നെ സാധാ ലെവലെടുത്ത് ആലോചിച്ച് നോക്കിയാൽ ലേസർ പ്രൊജക്ഷനിൽ സിനിമ കാണുന്നതും സീനോൺ പ്രൊജക്ഷനിൽ സിനിമ കാണണം ആനയാട് വ്യത്യാസമോ കളേഴ്സും ബ്രൈറ്റ്നസ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഏലിയൻ റോമിലസ് എന്നുള്ള സിനിമ വളരെ ഇരുട്ടിൽ നിറഞ്ഞൊരു സിനിമ, അല്ലെങ്കിൽ നോളൻ്റെ ഡാർക്ക് നൈറ്റ് ട്രിലോജി നിങ്ങളൊന്ന് പോയി ഒന്ന് കണ്ടു നോക്കിയേ. ഒരു സീനോൺ തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോഴേക്കും ഈരണ്ട് പിടിച്ചിരിക്കും, ബാറ്റ്മാനെ കാണാനില്ല എന്നുള്ള അവസ്ഥയായിരിക്കും ചിലപ്പോൾ. അതേസമയത്ത് ലേസർ കണ്ട ഭയങ്കര രസമായിരിക്കും ചിലപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും വ്യത്യാസമുണ്ടേ, അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഉറപ്പ് വരുത്തുക. എൻ്റെ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം തന്നെ അതാണ്. നിങ്ങൾ കൃത്യമായിട്ടുള്ള 3D ഗ്ലാസ് ആണ് സിനിമ കാണാൻ വേണ്ടി അവർ തരുന്നതെന്നുള്ള ഉറപ്പ് വരുത്തി കൃത്യമായിട്ടുള്ള 3D ഗ്ലാസ്സിൽ തന്നെ വേണം സിനിമ കാണാൻ. കാരണം നിങ്ങൾ ഇതിനു വേണ്ടി എക്സ്ട്രാ പൈസ കൊടുക്കണമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സാധനം കിട്ടണ്ടേ. അപ്പോൾ അവർ തന്നെ അത് തെറ്റിപ്പോയാലും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് മാറ്റി മേടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക, കാണാൻ പോകുന്നതിന് മുന്നേ ഏത് 3D ടെക്നോളജി യൂസ് ചെയ്യുന്ന തിയേറ്ററിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അതേ കൃത്യം ടെക്നോളജിയുടെ കറക്റ്റ് ഗ്ലാസ് ആണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ 3Dയുടെ കാര്യം തദൈവമായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇനിയുള്ളത് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് 3D ബ്രാൻഡ്സാണ്.
അതിനെപ്പറ്റി ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പലയിടത്തു നിന്നായിട്ട്. അപ്പോൾ പൊതുവേ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ചേട്ടാ 3D കണ്ടു പക്ഷെ ഒരു എഫക്റ്റ് തോന്നിയില്ല. അതിന് കാരണം എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം സാധാരണ തിയേറ്ററുകാർ ഈ 3Dക്ക് വേണ്ടി പൈസ അധികം മുടക്കാൻ മടിയായിരിക്കും. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വളരെ ലോ എൻഡ് ബ്രാൻഡായിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സ് വാങ്ങി വെക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വേറെ ലെവൽ 3D എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ അത്ര ആ ലെവൽ 3D എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ റിയൽ 3Dയോ അല്ലെങ്കിൽ ഹൈ എൻഡ് ആയിട്ടുള്ള പ്രീമിയം കുറച്ച് 3D പരിപാടികളാണ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അങ്ങനത്തെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ടെക്നോളജി യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതല്ലായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലെറ്റ്സ് ഞാൻ ഒരു വളരെ ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ബ്രാൻഡ് ഞാൻ പറഞ്ഞുതരാം. യൂണിപോളാർ എന്ന് പറഞ്ഞ ഒരു ചൈന കമ്പനിയുണ്ട്. അവരുടെ 3D ഒരു വളരെ ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്ന ഒരു സാധനമാണ്. കൺസിഡറിങ് തിയേറ്ററിലുള്ള മറ്റുള്ള സാധനങ്ങളുടെ വിലകൾ വെച്ച് നോക്കുമ്പോഴേക്കും വളരെ നിസാര ബഡ്ജറ്റ് പ്രൈസിൽ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ എൻഡ് പ്രൈസിൽ കിട്ടുന്ന ഒരു ചൈനീസ് കമ്പനിയാണ് യൂണിപോളാർ എന്ന് പറഞ്ഞാൽ. അതൊക്കെയാണ് ഭൂരിഭാഗം ഇവിടെ കേരളത്തിൽ തിയേറ്ററിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഞാനവരെ തെറ്റ് പറയില്ല, കാരണം അവർക്ക് അതിന് മാത്രം ചിലപ്പോൾ ബഡ്ജറ്റ് ഉണ്ടാവില്ല, അതിന് മാത്രം പൈസ കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ ആ കമ്പനിയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റിയൽ 3Dയിലോ IMAX 3Dയിലോ ബാർക്കോ 3Dയിലോ അല്ലെങ്കിൽ ഡോൾബി 3Dയിലോ ഒന്നും കിട്ടുന്ന ഒരു എഫക്റ്റ് ഒന്നും ഒരിക്കലും അവിടെ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വോളിഫോണി 3D എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഒരു കമ്പനിയുണ്ട്. അത് ഞാൻ നോക്കി വയ്ക്കണ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും തെറ്റിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വോളിഫോണി എന്ന് പറഞ്ഞാൽ ഈ കമ്പനി അത്യാവശ്യം ഡീസൻറ്റ് കമ്പനിയാണ്. അവരുടെ 3D ടെക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൊള്ളാം. അതൊരു മിഡ് റേഞ്ചർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന നല്ലൊരു 3D ടെക്നോളജി. ആരും ഇങ്ങനെ മോശം പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല. അത് പല സ്ഥലങ്ങളിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരുപാടൊന്നുമില്ല, പല സ്ഥലങ്ങളിലുണ്ട്. ലൈറ്റ് ലോസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 30% ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. പക്ഷേ നല്ല അഭിപ്രായമുള്ളൊരു പൊതുവെ പ്രൊഫഷണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാലോ അല്ലെങ്കിൽ ഈ തിയേറ്റർ സംബന്ധമായിട്ടുള്ള റിലേറ്റഡ് ആയ ആൾക്കാരോട് ചോദിച്ചാൽ നല്ല അഭിപ്രായമുള്ളൊരു സിസ്റ്റമാണത്. പിന്നെ HCBL എന്ന് പറഞ്ഞ് ചൈനീസ് കമ്പനിയുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചൈനയല്ലേ ശോകമായിരിക്കും. അല്ല, ചൈനീസ് കമ്പനി ആയിട്ട് കൂടി അത്യാവശ്യം അടിപൊളി ട്രിപ്പിൾ ബീം സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് HCBL. പിന്നെ ഉള്ളത് ഡെപ്ത് ക്യൂ, നമ്മുടെ വിനീത അല്ലെങ്കിൽ വനിത സിനിപ്ലെക്സ്. വർഷങ്ങളായിട്ട് വനിത എന്ന് പറഞ്ഞ് ശീലിച്ചു പോയത്, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ പേര് വനിത സിനിപ്ലെക്സ്. വനിത സിനിപ്ലെക്സിൽ ഇരിക്കുന്നത് ഡെപ്ത് ക്യൂ എന്ന് പറഞ്ഞ കമ്പനിയുടെ 3D ആണ്. അതൊരു അമേരിക്കൻ കമ്പനിയാണ്. അടിപൊളി 3D ആണ്. സ്ക്രീൻ 1 വന്നിട്ട് 3D സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ 3D ഫാക്ടർ എന്ന് പറഞ്ഞ സംഭവം എപ്പോഴും വേറൊരു സംഭവം കൂടി അതിനകത്ത് വരും. പല കാര്യങ്ങളും ഒത്തുചേർന്നാലേ ഒരു നല്ല 3D എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. കറക്റ്റായിട്ടുള്ള 3D ഗ്ലാസ് ഉപയോഗിക്കണം, അടിപൊളി 3D ടെക്നോളജി ആയിരിക്കണം അവിടെ ഇരിക്കുന്നത്. പിന്നെ സിൽവർ സ്ക്രീൻ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി എഫക്റ്റ് ആയിരിക്കണം. ALR സ്ക്രീൻ എന്ന് കൂടെ പറയും. ALR സ്ക്രീനൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ, ഭയങ്കര രസമായിരിക്കും ഇവിടെ കാണാൻ. ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും അതിനകത്ത് 3D കാണാനൊക്കെ. സിൽവർ സ്ക്രീനിൽ 3D കാണുന്ന ഒരു സംഭവം വേറെയാണ് സാധാരണ സ്ക്രീനിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ ഫാക്ടേഴ്സാണ് 3D അടിപൊളിയാവാനുള്ള. പിന്നെ ഒരു കമ്പനി ഉള്ളത് റിയലി, ഞാൻ ഓൾറെഡി പറഞ്ഞു റിയലി 3D പറ്റി ഞാൻ സംസാരിച്ചായിരുന്നു. പൊതുവെ എപ്പോഴും അത് യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലക്സുകളാണ്. PVR, നമ്മുടെ ബ്രോഡ്വേ സിനിമാസ്, ഇനോക്സ്, സിനിപോളിസ്, ഇവരൊക്കെയാണ് റിയൽ 3D പൊതുവെ യൂസ് ചെയ്യുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട്. പിന്നെ ഉള്ളത് ഗഡ്ഡി PVR ഇവരൊക്കെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ തിയേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഗഡ്ഡിയെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഞാൻ വളരെ ചുരുക്കി നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും പറയുന്നു എന്നുള്ളൂ. എൻ്റെ മിതമായ അറിവിലൊക്കെ ഇതിനകത്തൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഒരുപാട് പേര് ടെക്നിക്കലായിട്ട് പ്രൊഫഷണലായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവരൊക്കെ ഒരുപാടുണ്ടാവും. ഞാൻ എൻ്റെ ലിമിറ്റഡ് അറിവ് വെച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള 3D ഗ്ലാസ് വെച്ചിട്ട് സിനിമ കാണണം, അത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള 3D ഗ്ലാസ് കിട്ടണം എന്നുള്ളത് മാത്രമാണ്. മറ്റുള്ള ടെക്നിക്കൽ സൈഡൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടാവും. ഞാൻ എനിക്കറിയുന്ന എൻ്റെ അറിവിൻ്റെ പരിമിതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. പിന്നെ ഉള്ളത് 3D കൺവേർഷൻസ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലാണ് നമ്മുടെ റേസ് 3D എന്ന് പറഞ്ഞ ടീമുണ്ട്. അവരാണ് 3D കൺവേർഷൻ ചെയ്യണത്. അപ്പോൾ ആര് എത്ര നല്ല രീതിയിൽ 3D കൺവേർഷൻ ചെയ്തിട്ടുണ്ട് അതും അനുസരിച്ചിരിക്കും 3Dയുടെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ കാര്യത്തിൽ എൻ്റെ അറിവിൽ ബെസ്റ്റ് 3D കൺവേർഷൻസ് ചെയ്യുന്നത് IMAX ആണ്. കാരണം IMAXന് സ്വന്തമായിട്ടുള്ള ഒരു കൺവേർഷൻ ടെക്നോളജി പരിപാടിയാണ് DMR എന്ന് കൂടെ പറയും. അപ്പോൾ IMAXൽ DMR ചെയ്ത് വരുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ അന്യായിരിക്കും. അതൊരു ജസ്റ്റ് 3D കൺവേർഷൻ്റെ അല്ല, വിഷ്വലി അവർ അടിപൊളിയാക്കും, ഓഡിയോ വൈസ് അടിപൊളിയാക്കും, 3D ഒക്കെ വേറെ ലെവലിലാക്കിയിട്ടായിരിക്കും ഒരു സിനിമ ഇറക്കുന്നത്. അത് വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞാലേ, റെമിനി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ വളരെ മങ്ങി കിടക്കുന്ന ഇമേജസൊക്കെ എടുത്തിട്ട് വേറെ ലെവൽ ഡീറ്റെയിലിംഗ് ആയിട്ട് വേറെ സീനാക്കി തരും. അപ്പോൾ ഈ റെമിനി പോലെയാണ് ഈ
ഐമാക്സിൻ്റെ DMR എന്ന് വേണേൽ പറയാം. അത് വേദിയായിട്ടുള്ള കമ്പാരിസൺ അല്ല, പക്ഷേ ഞാൻ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി റെമിനിയായിട്ട് കമ്പയർ ചെയ്തെന്നുള്ളൂ. ഐമാക്സ് എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചാണ്. അതിങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഐമാക്സിൽ തന്നെ ഒരു ഐമാക്സ് വിത്ത് ലേസർ തിയേറ്ററിലോ അല്ലെങ്കിൽ ഗ്രാൻഡ് തിയേറ്ററിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. സെയിം സിനിമ ഒരു സാധാ തിയേറ്ററിൽ കണ്ടു നോക്കുക, ഐമാക്സിൽ പോയി കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ആ എഫക്റ്റ് എന്ന്. അതിന് ബെസ്റ്റ് സിനിമ വരുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇടാനുള്ള കാരണം അതുകൊണ്ട് ആ സിനിമ നിങ്ങൾ കറക്റ്റായിട്ട് കാണണമെന്ന് വെച്ചിട്ടാണ്. മുഫാസ ദ ലയൺ കിങ് 3D സാധാ ഒരു തിയേറ്ററിലും കണ്ടു നോക്കുക, പോയി ഐമാക്സ് വിത്ത് ലേസർ കൊച്ചി സിനിമോളിസിലും കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം എന്താണെന്നുള്ളത്. പിന്നെ ഒരു തരം 3D ഗ്ലാസ് ഉപയോഗിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെപ്പറ്റി എനിക്ക് എടുത്ത് പറയണം. അത് കാരണം ഐമാക്സ് തന്നെ പലതരം ഐമാക്സ് ഉണ്ട്. അതിനകത്ത് സീനോൺ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്ന ഐമാക്സ് ഉണ്ട്, ലേസർ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്ന ഐമാക്സ് ഉണ്ട്. സീനോൺ ഐമാക്സുകൾ പൊതുവേ ഒരു ചക്ക പോലത്തുള്ള ഗ്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് ലീനിയർ പോളറൈസേഷൻ ഗ്ലാസ്സാണ് ആ സാധനം. അതേസമയം ലേസറിൽ വരുമ്പോൾ അവർ ഈ ഡോൾബി 3Dയും ബാർക്കോ 3Dയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ റെയ്ബാൻ്റെയൊക്കെ ഒരു മറ്റേ ക്രൊമാറ്റിക് ടൈപ്പ് ഗ്ലാസ് പോലെ ഇരിക്കുന്ന തിളങ്ങുന്ന, അപ്പം അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് മിറർ ഫിനിഷുള്ള ടൈപ്പ് ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഒരു 3D ഗ്ലാസ്സാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി പാസീവ് 3D ഗ്ലാസ് തന്നെയാണ്, പക്ഷെ അതൊരു വ്യത്യസ്ത ടെക്നോളജി വരുന്നതാണ്. ഒരു ജർമ്മൻ കമ്പനി ആയിട്ടുള്ള ഇൻഫിടെക് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കമ്പനി ഉണ്ട്. അവരാണ് ഇവർക്ക് വേണ്ടി ഈ 3D ഗ്ലാസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഡോൾബി 3D ആയാലും ബാർക്കോ 3Dക്ക് വേണ്ടിയാണേലും. HFR ബൈ ബാർക്കോ എന്നൊക്കെ പറഞ്ഞ് ഒരു തിയേറ്റർ സംഭവം നമ്മുടെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ആ ഒരു കൂളിംഗ് ഗ്ലാസ് പോലെ ഇരിക്കുന്ന ആ ഒരു ക്രൊമാറ്റിക് ഫിനിഷുള്ള കണ്ണാടി പോലെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന ടൈപ്പ് 3D ഗ്ലാസ് യൂസ് ചെയ്യുന്ന ഡോൾബി 3Dയും ബാർക്കോ 3D പരിപാടിയൊക്കെ. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ആ ഗ്ലാസ് ഞാൻ കണ്ടിരിക്കുന്നത് PCXലാണ്. പ്രസാദ് ഹൈദരാബാദിൽ യൂസ് ചെയ്യുന്നത് ഈ ബാർക്കോട 3D ഗ്ലാസ്സാണ്. അത് വെച്ചിട്ട് പുറത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ഓക്ലേ ലെവലൊക്കെ നടക്കാം. ഒരു മുട്ട ലുക്കാണ് ആ ഗ്ലാസ് കാണാനായിട്ട്. അത് ഭയങ്കര നല്ല രീതിയിൽ സിനിമ ഡാർക്ക് ആക്കാതിരിക്കാൻ ശ്രമിക്കും. നല്ല 3D എക്സ്പീരിയൻസ് തരുന്ന ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ അതേസമയം ഐമാക്സ് വിത്ത് ലേസറിൽ ഉപയോഗിക്കുന്നത് ഇതേ ടെക്നോളജി യൂസ് ചെയ്യുന്ന വേറൊരു തരം ഗ്ലാസ്സാണ്. അതിന് വേറൊരു പേരുണ്ട്. ഐമാക്സ് വിത്ത് ലേസറിൽ ഉപയോഗിക്കുന്നത് ഡൈക്രോയിക് ഫിൽറ്ററുള്ള ഗ്ലാസ്സാണ്. അത് നിങ്ങൾ ഐമാക്സ് വിത്ത് ലേസറിൽ നമ്മുടെ കൊച്ചി ഐമാക്സിൽ പോയാലോ കോയമ്പത്തൂർ ഐമാക്സിൽ പോയാലോ അല്ലെങ്കിൽ ഐമാക്സ് വിത്ത് ലേസർ വെന്യൂസിൽ പോയാൽ കാണാൻ പറ്റും. അത് വേറൊരു തരം ഗ്ലാസ്സാണ്. അത് അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ഒന്നും ചെയ്യില്ല. പക്ഷേ ഇത് വേറൊരു ടെക്നോളജി. അത് ഐമാക്സ് മാത്രമാണ് അത് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ അത് വെരി സിമിലർ ടു നമ്മുടെ ബാർക്കോ അല്ലെങ്കിൽ ഡോൾബി 3Dയുടെ ടെക്നോളജി പോലത്തെ ഒരു സാധനമാണ്. അതായത് ഇപ്പോൾ അതെങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിജെറ്റ് എഞ്ചിൻ ഫിയറ്റിൻ്റെയാണ്. പക്ഷേ അതേപോലെയുള്ള സംഭവങ്ങൾ വോക്സ് വാഗനിലും ഉണ്ട്, പലയിടങ്ങളിലും ഉണ്ട്. ഇപ്പോൾ TDI എന്നൊക്കെ പറയണ പോലെ മനസ്സിലായി. സംഭവമൊക്കെ സെയിമൊക്കെ തന്നെ എന്ന് പറയാം ഒരു വിധത്തിൽ. വ്യത്യസ്ത തരം പേരിൽ പേറ്റൻറ്റ് ചെയ്തിരിക്കുന്നു, വ്യത്യസ്ത കമ്പനികളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നു, അതിൻ്റെ മാനുഫാക്ചർ വേറെ ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനത്തെ രീതിയിലാണ് ഈ സംഭവം. അപ്പോൾ ഐമാക്സ് വിത്ത് ലേസർ, ബാർക്കോ 3D, ഡോൾബി 3D ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് സിമിലർ ടെക്നോളജിയാണ് കാണാൻ പറ്റുന്നത്. ബാർക്കോ 3Dയിലും ഡോൾബി 3Dയും സെയിം, ഞാൻ പറഞ്ഞ നേരത്തെ ആ സെയിം കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അപ്പോൾ 3Dയുടെ കാര്യങ്ങൾ എന്ന് പറയണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നിങ്ങളൊരു 3D സിനിമ കാണാൻ പോകുമ്പോൾ ആ തിയേറ്ററിൽ ഏത് 3D ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ആദ്യം കണ്ടുപിടിക്കുക. അതിന് 2 മെത്തേഡാണ്. ഒന്നേ വാ തുറന്ന് അവിടെ ചോദിക്കുക ഏത് 3D ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ വനിതയിലൊക്കെയാണെന്ന് വെച്ചാൽ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു വെൽക്കം സ്ക്രീൻ ഉണ്ടാവും. ആ സ്ക്രീനിൻ്റെ അടിയിൽ സ്പെക്ക് എഴുതിയിട്ടുണ്ടാവും. അവിടെ ഡെപ്ത് ക്യൂ ആണെങ്കിൽ ഡെപ്ത് ക്യൂ അതാത് സ്ക്രീനിൽ അതാത് കറക്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കൈ കിട്ടിയേക്കണം ഗ്ലാസ് എടുത്ത് നോക്കുക, സെയിം ഗ്ലാസ് തന്നെയാണോ, അല്ലെങ്കിൽ ഒന്ന് നെറ്റ് സെർച്ച് ചെയ്ത് നോക്കുക ഈ ഗ്ലാസ് ഈ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നതാണോ. അല്ലാന്നുണ്ടെങ്കിൽ ഉടനെ ചെന്ന് മാറ്റി പിടിക്കുക, ചേട്ടാ ഗ്ലാസ് മാറിപ്പോയി, ഗ്ലാസ് വേറെ തരാൻ പറയുക, ഈ കറക്റ്റ് ഗ്ലാസ് തരാൻ പറയുക. അതിപ്പോൾ ഏത് തിയേറ്ററിലാണെങ്കിൽ ചെന്നിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇനി ഫോറം മോളിൽ പോവുകയാണെങ്കിൽ PXL കയറണമെങ്കിൽ റിയൽ ഡി 3D ഗ്ലാസ് തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ലുലു മോള് സ്ക്രീൻ 6 പോകണമെങ്കിൽ റിയൽ ഡി 3D ഗ്ലാസ് ആണോ എന്നുള്ള ഉറപ്പ് വരുത്തുക. അത് കിട്ടാതെ പടം കാണില്ല എന്ന് പറഞ്ഞേക്കുക. കാരണം അത് കണ്ടിട്ടേ കാര്യമുള്ളൂ. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കറക്റ്റ് കിട്ടുള്ളൂ ആ 3D സിനിമയുടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഗെറ്റ് ഡി ആണെങ്കിൽ ഗെറ്റ് ഡിയുടെ തന്നെ, ഡെപ്ത് ക്യൂ ആണെങ്കിൽ ഡെപ്ത് ക്യൂയുടെ ഗ്ലാസ് കഴിഞ്ഞ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള 3D ഗ്ലാസ് വെച്ചിട്ട് ഇനി തൊട്ട് എല്ലാവരും സിനിമ കാണണം. അതെൻ്റെ ഒരു റിക്വസ്റ്റുമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടിയാണ് കഷ്ടപ്പെട്ട് ഇത്രയും വായിലെ വെള്ളം പറ്റിച്ച് ഞാൻ ഈ വീഡിയോ ഇടുന്നത്.
അപ്പോൾ എന്തായാലും എല്ലാവർക്കും പല കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഒന്ന് ഓർമ്മപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് രാഹുൽ എന്നേക്കാൾ വളരെ നന്നായിട്ട് രീതിയിൽ 3D പറ്റി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്തേക്കാം, എടുത്ത് കണ്ടു നോക്കുക. ഇതാണ് 3D സിനിമയുടെ സംഭവം. അപ്പോൾ ഇനി നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഇനി കറക്റ്റായിട്ടുള്ള ഗ്ലാസ് മേടിച്ചിട്ട് വേണം കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് 3D കാണാനായിട്ട്. അപ്പോൾ ബെസ്റ്റ് ടെക്നോളജി ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഈ കാണുന്ന സാധനങ്ങളാണ്. അവിടെ 3D കാണാൻ പറ്റിയ അത് വേറെ സീൻ തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെപ്ത് ക്യൂവോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ കാണാം, പക്ഷേ കറക്റ്റ് 3D ഗ്ലാസ്സിൽ കാണുക. ഐ വിൽ ഹൈലി റെക്കമെൻഡ് ഈ ബ്രാൻഡ്സ്. ഇത്രയും സ്ഥലങ്ങൾ 3D കാണേണ്ട, അതിൻ്റെ എഫക്റ്റ് വേറെ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടമാനം പേര് എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നമ്മളെല്ലാവരും പൈസ കൊടുത്ത് സിനിമ കാണുന്നവരാണ്. അപ്പോൾ അറിവില്ലായ്മ മൂലം പല ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യും. അത് ചൂഷണം ചെയ്യപ്പെടരുത് എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞു തരുന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള എക്സ്പീരിയൻസും കിട്ടും. സിനിമാ ലവേഴ്സ് എന്നല്ല, അല്ലാതെ എല്ലാവർക്കും ആണെങ്കിലും നമ്മൾ അതിനുവേണ്ടി 20-25 രൂപ കൂടുതൽ മുടക്കണമല്ലേ. അപ്പോൾ അതിനുള്ള മൂല്യം കിട്ടട്ടെ എന്നും കൂടി വെച്ചിട്ടാണ് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരെയും ഇത് അറിയിക്കുക ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. അത് ഞാൻ അങ്ങനെ അധികം പേര് പറഞ്ഞ് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനായിട്ട് മുൻകൈ എടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും അപ്പോൾ കറക്റ്റായിട്ടുള്ള 3Dയിൽ മുഫാസ ലയൺ കിങ് കാണട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. അത്രേ ഉള്ളൂ. ബൈ ബൈ.